마주쳤던 햇빛 어린 시절 내 꿈들의 재림 모르겠어 이 감정이 뭔지 혹시 여기도 꿈속인 건지 꿈은 사막의 푸른 신기루 എടാ ചോട്ടു, എന്താ സേട്ടാ നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരം കൊണ്ട് വിളിക്കുന്നതാ? സേട്ടാ ബാഹർ बहुत बहुत घास है ന്യൂസിനെ തോടെ തോടെ കാക്കതേ ഹൈ എന്നാണ് പുറത്ത് പുല്ല് കിട്ടുമായിരുന്നു. ക്യാ ഹുവാ സേട്ടാ? എന്തിനാണ് വിളിച്ചേ? എടാ അതുപോലെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പുതിയൊരു കുക്കി നോക്കാൻ വെച്ചു. അപ്പോ നിനക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് നാളെ വരാൻ പറ. ഓക്കെ ചേട്ടാ, അതെല്ലാം ഞാനേറ്റു. എത്ര ആത്മാർത്ഥതയുള്ള പണിക്കാരൻ. പണി എന്ന് പറഞ്ഞ ബംഗാളിയുടെ പണിയാണ്. മൈലാലി, എന്റെ ഇതുവരെയുള്ള ശമ്പളം എനിക്ക് കിട്ടിയില്ല. നിനക്ക് എന്തിനാടെ ശമ്പളം കിട്ടി? നിനക്ക് ഞാനില്ലേ? മൈലാലി, ഞാൻ അത്രക്കാരല്ലേ? അയ്യ, അങ്ങോട്ട് മനസ്സിലേക്ക് കണ്ടില്ലേ? അതെന്നാടാ ഞങ്ങൾക്കൊരു കുഴപ്പം? എന്താണ് മൈലാലി, നിങ്ങൾ 4 കഷ്ണങ്ങളാക്കി കാനാപ്പനാണെങ്കിലേ എനിക്ക് കഴിയില്ലല്ലോ. എന്താ ചോട്ടു, ഇങ്ങനെ വെച്ചാൽ കൊള്ളത്തില്ല, ടേസ്റ്റ് ഉണ്ടാവത്തില്ല, കയ്പായിരിക്കും. ശവത്തി കുത്താതടാ പന്നി. സോറി അലിയ, ശീലായി പോയി. നിനക്കുള്ളത് ഞാൻ തരാവേ. നീ എന്തായാലും ചെല്ല്, നമുക്കതിന് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. मैंने अपने बहुत विश्वास करती है मीलानी, എന്നെ കൈവിടരുത്. ഇവനെ എന്തോന്ന്, ഇവൻ കെട്ടിക്കൊണ്ട് വന്നതോ? നീ വിഷമിക്കാതെ, നിന്റെ വിശ്വാസം ഞാൻ എന്തായാലും തകർത്തിരിക്കും. ക്യാമലാളി, ഒന്നുമില്ല കുട്ടാ, നീ പോയി പണിയെടുക്ക്. ഇവര് ഇതുവരെ മര്യാദയ്ക്ക് മലയാളം പഠിക്കാറായില്ലേ? അവന് അത്യാവശ്യത്തിന് പറയുന്നുണ്ടല്ലോ. അത് വിട്, നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞത്? നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവന് നിന്നെ ഒരു നോട്ടമുണ്ട്. നീ എപ്പോഴാ വെട്ടിക്കേറ്റി അടുപ്പത്ത് വെക്കുന്നെന്ന് പറയാൻ പറ്റില്ല. പോടാ, അവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവന്റെ മാസ്റ്റർ പ്ലാൻ ചിലപ്പോ അതാവും. അതെനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. പോടാ, മനുഷ്യനെ പേടിപ്പിക്കാതെ. അവൻ വല്ല തമാശയ്ക്കും പറഞ്ഞു വെച്ച് നീ ഏത് കാര്യമായിട്ട് എടുക്കണോ? അവൻ തമാശക്ക് പറഞ്ഞതാന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കണ്ണ് കണ്ടറിയില്ലേ അവൻ പറയുന്നത് വെറുതെയായിരിക്കില്ലെന്ന്. ഏയ് അല്ലല്ലല്ല. ഇനി ആവോ? ഇവൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എടാ അൽവി, എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോടാ. ഹലോ സർ, എന്താ വേണ്ടത്? എനിക്ക് പാത്രം വാങ്ങിക്കാനായിരുന്നു, ഒരു ഫുൾ ഡിന്നർ സെറ്റ്. സർ, അതേ ഭാഗത്താ ഉള്ളത്, ഇങ്ങോട്ട് വരൂ. നീ പോടാ തിണ്ടി, എടുക്കുവാണെങ്കിൽ ഈ പാത്രം എടുക്കത്തുള്ളൂ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഞാനെടുത്ത പ്ലേറ്റ് നമ്മൾ മേടിക്കും. ഇതേ തൊട്ടപ്പുറത്ത വള്ളി, നീ പോയി പറഞ്ഞിട്ട് വാ. നടന്നു പോവണ്ടേ? വെയില, നീയും കൂടെ വാ. അതെന്നാണ് നിനക്ക് ഒറ്റയ്ക്ക് പോയാലേ? നീ അല്ലേ പള്ളി പോകാൻ പറഞ്ഞേ? അപ്പൊ നീ തന്നെ പോയാ മതി. ആ, ഇനി എന്തായാലും സൺഡേ ആവട്ടെ. പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ വിശദമായിട്ട് അച്ഛനെ ഒന്ന് കാണണം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആഹാ, നീ എന്തായാലും പോവല്ലേ? ഇനി പോകുമ്പോ എന്നെയും കൂടെ ഒന്ന് വിട്ടുവെക്ക്. ഇനി കഴിഞ്ഞ കൊല്ലം ആ പള്ളി ചവിട്ടിയതാ, പിന്നെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അച്ഛനെല്ലാം ജീവനോടെ ഉണ്ടോ എന്തോ. പോടാ അവിടുന്ന്, തന്നെ താനെ അങ്ങ് പോയാ മതി. ഞാനൊന്നും കൂട്ടൂല. അതെന്നാടാ നിനക്ക് എന്നെ കൂട്ടിയാലേ? കൂട്ടത്തില്ല കൂട്ടത്തില്ല കൂട്ടത്തില്ല. എന്തുവാ രണ്ടുപേരെ കിടന്ന് കാട്ടുന്നത്? എടാ, ഇവൻ എന്റെ കൂട്ടത്തിലാന്ന് പറയുവാടാ. എന്തിന്? നിന്റെ അപ്പനെ കിട്ടിക്കാനോ? അമ്മയ്ക്കിത് ഒരു
ഒരു ദുരന്ത ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പം വേറെ ഒന്നും സമ്മതിക്കില്ലടാ. അത് നേരാ. അതിന്റെ ഇടയ്ക്കല്ലേ ഇടുത്തി പോലെ നീ വന്ന് നിന്നത്. ഇനി ഒന്നുകൂടെ നോക്കിയാ ഒരിടുത്തി കൂടെ വീണാലേ അങ്ങേർക്ക് താകില്ല. ഈ പന ഞാനിന്ന് ഒന്ന് മിണ്ടാതിരിക്കുക രണ്ടും. ദേ സാധനം കിട്ടി, വാ പോവാ. അപ്പോ നമുക്ക് ഇതെടുക്കാം. കണ്ടോ, പൂവെല്ലാം ഉണ്ട്. പോടാ അവിടുന്ന്. ജെറി, നമുക്കിതെടുക്കാം. കണ്ടോ എന്നെ ക്യൂട്ടാ, മുയിലും കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഇല്ല, ഇതെടുക്കാം. ഇതെടുക്കാം, ഇതെടുക്കാം. ഇതെടുക്കാം. നിർത്തല തെണ്ടികൾ. ഇനി ഇവിടെ കിടന്ന് കാറ് കൂക്കിയാൽ നിങ്ങൾ രണ്ടിനും ഞാൻ മൂലക്കെട്ടി ചവിട്ടി കൂട്ടും. പൊട്ടിച്ച്, അതും പൊട്ടിച്ച്. ഞാനല്ല, അവനാ. അല്ല, അവനാ. എടാ, ആരും കണ്ടിട്ടില്ല. ബാ, നമുക്ക് നൈസായിട്ടൊന്ന് മുങ്ങാം. അതെ, ആ പൊട്ടിച്ച പാത്രത്തിന്റെ പൈസ അവിടെ വെച്ചിട്ട് എങ്ങോട്ടാന്ന് വെച്ച പോക്കോ. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഇറ്റിങ്ങൾ അറിയത്തും കൂടില്ല. ഞാൻ ഈ പഞ്ചായത്തിലുള്ളതേ ഇല്ല. എനിക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങോട്ട് തെണ്ടി മുങ്ങി. അതെ ചേട്ടാ, പൈസക്ക് പകരം ദേ ഈ സാധനത്തിന് എടുക്കോ. എന്ത് സാധനമാടാ? വേറെ ആര്, നിന്നെ തന്നെ. ഥ, നാരി. നിനക്കൊരവസരം കിട്ടിയാ എന്നെ നീ വിൽക്കുമെന്ന് എനിക്ക് അറിയാടാ. ആരാടാ ഒരു സന്തോഷം ആഗ്രഹിക്കാതെ. ഈ തെണ്ടിയ ഞാൻ ഇന്ന്. ആഹാ, രണ്ടൂന്നോ നേരത്തെ ആണല്ലോ. തല്ലൊന്നും കിട്ടിയില്ലേ? എന്നാലും നീ ഞങ്ങളെ തേച്ചില്ലേ. അതെ, ചതിക്ക് മാപ്പില്ല. മിണ്ടാതെ രണ്ടും വണ്ടി കയറിയ ഞാൻ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകും. കുട്ട, അത് കണ്ടോ, ഞാൻ നോക്കും ഒരു ദിവസം അതേപോലെ ഒരു മോഡലായിട്ട്. അതെ അതെ, ജോക്കിയുടെ മോഡലായിട്ട്. നീ കൊറേ നാളായാലോ എന്താർത്തേണ്ടി നീ ആ സാധനം ഇടൂലേ. ഇടുന്നതൊക്കെ ശരിയാ, പക്ഷെ നിന്നെ പോലെ ഒരാഴ്ച ഒരേ സാധനം ഇട്ടുകൊണ്ട് നടക്കാറില്ല. വേടിക്കുന്ന സമയത്ത് പച്ചയാണെങ്കിൽ അവ അത് ഇട്ടിട്ട് കറുപ്പാക്കി തരും. അത് പിന്നെ വെള്ളം പാഴാക്കാൻ പാടില്ലല്ലോ. ചില അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതുകൊണ്ടാണല്ലേ 2 ദിവസമായിട്ട് നീ കുളിക്കാതിരിക്കുന്നത്. ആ വളിച്ച നാറ്റം ഇവന്റെ അടുത്തുനിന്നായിരുന്നല്ലേ. അങ്ങോട്ട് മാറിയിരുന്നേ, നാറിയിട്ട് മേല. നീ നാറ്റം കുറച്ച് സഹിക്കങ്ങോട്ട്. ഇവന്മാരെ ഞാൻ ഇന്ന് നീണ്ടാണ്ടിരുന്നിടെ കാറിന് ചവിട്ടി പുറത്താക്കുന്നല്ലേ. മനസ്സിലായി. മലയാളി खाना बनाने के लिए 3 लोग आते हैं. എന്താണോടെ കുക്കിന് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിന് 3 പേര് വന്നിട്ടുണ്ടെന്ന്. നീ അവരെ വിളിക്കുക എന്തായാലും. ശരി മുതലാളി. ഡാ, നമുക്കാണെങ്കിൽ ഫുഡിന്റെ ഒരു ABC പറഞ്ഞടാ. പിന്നെ എന്നെ എടുത്തിട്ട് അവരോട് ചോദിക്കുന്നത്. അതിനല്ലേ മക്കളെ സേട്ടൻ ഇവിടെ ഉള്ളത്. ഡോണ്ട് വറി. നിന്നെ മാത്രം എനിക്ക് പേടി. നീ വാ തുറക്കാത്തായിരിക്കും നല്ലത്. പേരെന്താ? ശാന്തപ്പൻ. അപ്പോ ശാന്തപ്പൻ പറ, തനിക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? ആഹാ, അപ്പൊ എല്ലാം ഉണ്ടാക്കാൻ അറിയാവോ? അങ്ങനെ എല്ലാ സാധനവും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾ പറയുന്ന സാധനം ഉണ്ടാക്കാൻ അറിയാം. ആഹാ, അത്രയ്ക്ക് കോൺഫിഡന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു ഐറ്റം പറയാം. അതുണ്ടാക്കാൻ പറഞ്ഞാൽ മതി.
യെസ് പ്രൊസീഡ്. ഇതൊക്കെ എന്ത്? എന്നാ ചിക്കൻ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറ. ഇതൊക്കെ നിസ്സാരല്ലേ. ആദ്യം ഒരു കോഴിനെ ഓടിച്ചിട്ട് പിടിക്കുക, എന്നിട്ട് അതിന്റെ പാപ്പം കൂടെ ചാമപ്പൊന്നു പാർച്ചങ്ങ് മാറ്റുക. അതിനുശേഷം കോഴിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറുക്കുക. മുഡ് പോയിന്റ് കോഴി ചത്തൊന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. അതിനുശേഷം ആ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച കഷ്ണങ്ങളെ എന്നിട്ട് വൃത്തിക്ക് കഴുകി വെച്ചിട്ട് എന്താ വേണ്ടേ? അത് ശരി, അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അതിന്റെ ബാക്കി എനിക്ക് അറിയൂടാ. താൻ എന്നോട് പറഞ്ഞു തനിക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാന്ന്. അത് പിന്നെ അറിയാന്ന് പറഞ്ഞത് സാധനം എന്താന്ന് അറിയാന്ന, ഉണ്ടാക്കാൻ അറിയാന്നല്ല. സുഭാഷ്, പണ്ട് ഇറച്ചി വിത്ത് കടയിലായിരുന്നില്ലേ പരിപാടി? അതെ, എങ്ങനെ മനസ്സിലായി? കോഴിനെ മുടിച്ചിട്ട് പിടിച്ചപ്പോഴേ മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ താൻ ദേ ആ വഴി പോക്കൂ, ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട. നെക്സ്റ്റ്. अरे बाबू तू फिक्र मत कीजिए ना, वो लोग बेवकूफ है. നീ എന്തേലും പനിപ്പിച്ചാ മതി. ചോട്ടു, നിനക്ക് ഗാനം ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ബാബു, ഒരു ബേവക്കൂഫേ. അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വല്ലപ്പോഴുമാണ് അവർക്ക് ബുദ്ധി വന്നു പോകുന്നത്. അത് പെട്ടെന്ന് ഓണായാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. ചോട്ടു, അപ്പോ നീ കേൾക്കറൂ. നെക്സ്റ്റ്. ബാബു തൂച്ച, മൂന്ന് അണ്ടർമാർ വിളിക്കുന്നു. കൊള്ളാലോ. പേരെന്താ? മീൻ ബാബു നമ്പൂതിരി. ഹിന്ദിക്കാരനാണല്ലേ? नहीं नहीं, मैं बाबू नंबूതിരി. നമ്പൂതിരി? ബാബു നമ്പൂതിരി. ഇതിന് തരാതെ വേറെ പറഞ്ഞൂടെ? ബാബു, നീ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞേ? ഓ ഹമാര ഗാന. കുറച്ച് പരിപ്പെടുക്ക, കുക്കറിൽ വെക്കിടുക. കുറച്ച് സവാള, കുറച്ച് മുളകുപൊടി, കുറച്ചുപ്പ, കുറച്ച് മഞ്ഞപ്പൊടി അടുപ്പത്ത് വെച്ച് 3 വിസില് കൂക്കൂ സിമ്പിൾ റെഡി. ചിക്കന്റെ പേര് മാത്രല്ലടാ, സാധനം ഉണ്ടാക്കാൻ അറിയാം. അത് ശരിയാ. നീ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറ. ക്യാസേട്ടാ, അവിയൽ ഉണ്ടാക്കുന്നത്? നീ മാത്രക്കാരൻ നീഹു. ആ ബെസ്റ്റ്. തനിക്ക് ചോറുണ്ടാക്കാൻ അറിയോ? എന്താ ചേട്ടാ, കളിയാക്കുവാണോ? എന്നാ അതുകൊണ്ട് പറ കേക്കട്ടെ. ബാബു നമ്പൂതിരി. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് നിറച്ച് അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് പരിപ്പിടണം. കുറച്ച് വേണമെങ്കിലും അറി. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് തിന്നാം. വിളിച്ചോണ്ട് പോവാൻ പറയണ ഇതിനെ. അപ്പൊ സേട്ടാ നേരാക്കാം. അതുകൊണ്ട് ബാബു, ഞങ്ങൾ 2 ദിവസം മുന്നെയാണ് കുക്കിംഗ് വെക്കുന്ന പരിപാടി ആലോചിച്ചത്. പക്ഷെ 3 ദിവസം മുന്നേ ഞാൻ കാണാക്കട്ടെ. പക്ഷെ 4 ദിവസം മുന്നേ താൻ ഈ കാര്യം വന്നത്. 5 ദിവസം മുന്നേ താൻ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് താൻ ആ വഴി പൊക്കോ. ഓ, കുറച്ചു നേരം കൂടെ നിന്നിരുന്നു അവൻ പരിപ്പ് കൊണ്ട് തന്നെ ഒരു രാജ്യം ഉണ്ടാക്കിയാണ്. എടാ, ഞാനില്ലോട്ട് ഇങ്ങനെയാണെങ്കിൽ അവന്റെ ഒടുക്കവനൊരു ഐഡിയ. ഓ, ഇനി എന്താ പറ. നീ ഒന്നും മിണ്ടരുത്. അതെ, അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. അതിന് ഞാനില്ലേ ചെയ്ത സർ നീക്കം. ഇനി താനായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? കേറി വാ. വണക്കം തമ്പി. പേരെന്താ? വേദാളം തങ്കവേൽ. ഇന്നത്തെന്തി എന്നത്? അല്ല, സാധാരണ വേദാളം കാണുന്നത് വിക്രമാദിത്യ രാജാവിന്റെ പുറത്തല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. തമ്പി, അന്ത വേദാളം വേറെ, ഇന്ത വേദാളം വേറെ. എന്നാലും തന്റെ ലുക്കും പേരും തമ്മിൽ ചേരുന്നില്ലല്ലോ. എന്നെ പണില്ലേ തമ്പി, ഈ അമ്മ വന്ന് മലയാളി, അപ്പൊ വണ്ടി തമിഴ്, രണ്ടും കൂടി സങ്കരമായിരുന്നാല് ഞാൻ എന്റെ മാതിരിയായി പോച്ച് ഒരു തമിഴാളി. വട്ടിപ്പൂർ സ്റ്റോറി. നല്ല അളിഞ്ഞ സ്റ്റോറി. ഈ പേര് നീട്ടി വിളിക്കാൻ കുറച്ച് പാടാണല്ലോ. തമ്പിക്കളെ, നീ സുഖം കൂപ്പിടലാമേ. തനിക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയോ അതോ വെറുതെ വന്നതാണോ? இங்க பாரு தம்பி, நாங்க வந்து பெரிய சமையல் ஃபேமிலி. அதனால எனக்கு எல்லாம் சமைக்க தெரியும். நீங்க என்ன சொன்னாலும் நான் சமைச்சு கொடுக்குறேன். ആ, അപ്പോ സാമ്പാറിൽ എത്ര മുരിങ്ങക്കോല് വേണം? முருங்கைக்காவா? அது வந்து വേഗം ഉത്തരം പറ. ആ പോരട്ടങ്ങട്ട്. 5. കറക്റ്റ്, യു ആർ അപ്പോയിന്റഡ്. അതെങ്ങനെ നിനക്കറിയാം?
അമ്മ അച്ഛനെ കൊണ്ട് 5-ൽ കൂടുതൽ ഇടിയിക്കില്ലടാ. ഇനിയും പടുവാനോട്ട് എണ്ണം കൂട്ടാൻ വയ്യ എന്നാ പറയുന്നേ. അപ്പം ലുക്ക് മിസ്റ്റർ തങ്കു, സുഖു. ഏതോ ഒന്ന് അതെന്തോ ആവട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. എവിടെ കണ്ടാണോ എന്തോ. സോ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരാനുള്ളത്. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ താൻ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ തമ്പി, തനിക്ക് ഇവിടെ താമസിക്കാം. പിന്നെ ശമ്പളം ഈ അടുത്ത കാലത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഇവിടെ ആരെങ്കിലും വന്നാലും ഞങ്ങൾക്ക് മൂലം കിട്ടും. തമ്പി ഉള്ളിലേക്ക് പെരിയ മനസ്സ് ഞാൻ ഉള്ളിൽ ശ്രദ്ധിച്ച് എന്നോട് പൊന്നു. അല്ലെങ്കിലും വരാനുള്ള വഴി തട്ടത്തില്ലല്ലോ. അപ്പൊ പിന്നെ സുഖുവായ മിസ്റ്റർ തങ്കു, നിങ്ങൾ നേരെ അടുക്കളയ്ക്ക് വിട്ടോ. നിങ്ങളുടെ താമസം മറ്റു കാര്യങ്ങളൊക്കെ ചോട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവനോട് ചോദിച്ചാൽ മതി. തങ്കൊന്നും മതിയായിരുന്നു. ഇത് അവന്റെ ഫോണാണല്ലോ കടന്നടിക്കുന്നേ. ഇതാ ജെറി, എന്റെ ഫോൺ കടന്നടിക്കുന്ന. നീ അതൊന്ന് എടുക്കടാ, ഞാൻ ഇപ്പൊ വരാം. ഇത് അവന്റെ തന്തപ്പടിയാണല്ലോ. ഹലോ മിസ്റ്റർ പിതാജി, കേസ് നീ ഏതാ പങ്കാളി എന്റെ കൊച്ചിന് ഫോൺ അടിച്ചു മാറ്റാൻ കൊടുക്കണവന്. ഇത് ഞാനായിരുന്നു. ഓ നീയായിരുന്നു. ഞാൻ വിചാരിച്ചു ഏത് ബംഗാളിയായിരിക്കുന്നത്. അന്നത്തെന്താ കവർ വന്നിരിക്കുന്നു. ആരാടാ? നിന്റെ തന്ത, അല്ലാത്ത വേറെ കാര്യം. ഞാൻ പിടിച്ചോ. ഹലോ, എന്താപ്പാ? നീ വന്നോ? ബാ, ഞാൻ കൊച്ചിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഇനി നീ വേണം അവളെ നോക്കാൻ. എന്നാന്ന്? അപ്പാ, ഞാൻ മര്യാദക്ക് ജീവിച്ചു പോകുന്നത് നിനക്ക് സഹിക്കുന്നില്ലല്ലേ? എന്താ നിന്റെ തള്ളയെ ഞാൻ എങ്ങനെയൊക്കെയാ സഹിക്കുന്നത്. അതിന്റെ കൂടെ ഇതിനും കൂടെ സഹിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാ. അപ്പാ, ഞാൻ പറയണത് ഒന്ന് കേക്കപ്പാ. നീ ഒന്നും പറയണ്ട, അവള് വരും. അത്ര തന്നെ. സമ്മതിക്കൂല. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ.